എൻ്റെ പേര് ജോസഫ്. കോട്ടയം ജില്ലയിലെ മീനച്ചലാറിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ ജനനവും വളർച്ചയുമൊക്കെ. ഇന്നത്തെ പോലെ ആഡംബരങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത 1980കളിലെ ഒരു സാധാരണ ഗ്രാമം. അന്നത്തെ എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരു നെട്ടോട്ടമായിരുന്നു. ദാരിദ്ര്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. അപ്പന് കൂലിപ്പണിയായിരുന്നു, അമ്മയ്ക്ക് പലവിധ അസുഖങ്ങളും. കുടുംബത്തിൻ്റെ ഭാരം പകുതിയിലധികവും എൻ്റെ ചുമലിലായിരുന്നു. അന്ന് എനിക്ക് പ്രായം 17 വയസ്സ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. എൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ കേട്ടാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പുലർച്ചെ കൃത്യം 4 മണിക്ക് ഞാൻ ഉണരും. ഒരു ചായ പോലും കുടിക്കാൻ നിൽക്കാതെ നേരെ പോകുന്നത് ഞങ്ങളുടെ വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള വലിയ പറമ്പിൽ മുതലാളിയുടെ 100 ഏക്കർ റബ്ബർ തോട്ടത്തിലേക്കാണ്. അവിടെ റബ്ബർ വെട്ടുക എന്നതാണ് എൻ്റെ പ്രഭാത ജോലി. തലയിലൊരു പഴയ ടോർച്ചും കെട്ടി അരയിലൊരു വെട്ടുകത്തിയുമായി ആ വലിയ കാട് പോലെയുള്ള തോട്ടത്തിൽ ഒറ്റയ്ക്ക് നടന്ന് റബ്ബർ വെട്ടണം. ഏകദേശം 7:30 ആകുമ്പോഴേക്കും ടാപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തും. പിന്നെ കിട്ടുന്നതെന്തെങ്കിലും കഴിച്ച് നേരെ കോളേജിലേക്ക്. വൈകുന്നേരം 4:30 ക്ലാസ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കവലയിലുള്ള രാമൻ നായരുടെ പലചരക്ക് കടയിലേക്കാണ്. അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും കണക്കെഴുതാനും കട വൃത്തിയാക്കാനും ഒക്കെയായി രാത്രി 8:30 അല്ലെങ്കിൽ 9 മണി വരെ നിൽക്കണം. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകയായിരുന്നു എൻ്റെ പഠിത്തത്തിനും വീട്ടിലെ അത്യാവശ്യങ്ങൾക്കും ഉപകരിച്ചിരുന്നത്. രാത്രി കടയടച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള എൻ്റെ മടക്കയാത്രയും രാവിലെ ഞാൻ റബ്ബർ വെട്ടാൻ പോകുന്ന അതേ തോട്ടത്തിലൂടെ തന്നെയാണ്. പഞ്ചായത്ത് റോഡിലൂടെ പോയാൽ വീട്ടിലെത്താൻ 3 കിലോമീറ്ററോളം നടക്കണം. എന്നാൽ ഈ റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള ഒരു ഇടവഴിയിലൂടെ നടന്നാൽ ദൂരം പകുതിയായി കുറയും. പകൽ സമയത്ത് പോലും ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു തോട്ടമാണിത്. വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം താഴേക്കധികം പതിക്കില്ല. രാത്രിയായാൽ പിന്നെ പറയുകയും വേണ്ട. കരിമ്പടം പുതച്ചതുപോലെ അന്ധകാരം ആ തോട്ടത്തെ വീഴുന്നു. ചീവീടുകളുടെ കരച്ചിലും ഇടയ്ക്ക് കേൾക്കുന്ന മൂങ്ങയുടെ മൂളലും മാത്രമാണ് അവിടെ ആകെയുള്ള ശബ്ദം. ആ റബ്ബർ തോട്ടത്തിൻ്റെ കൃത്യം നടുവിലായി ഒരു പൊട്ടക്കിണറുണ്ട്. വലിയ വട്ടത്തിലുള്ള കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു പഴയ കിണർ. അതിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കും വലിയ തിട്ടമില്ല. പണ്ടെന്നോ ആ പറമ്പ് റബ്ബർ തോട്ടം ആക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഏതോ വലിയ തറവാട്ടുകാരുടേതാണ് ആ കിണറെന്ന് കേട്ടിട്ടുണ്ട്. കിണറ്റിൻ്റെ വക്കൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കാടും പിടിച്ച് കിടക്കുകയാണ്. ചുറ്റും വലിയ മരങ്ങളുമുണ്ട്. പകൽ വെളിച്ചത്തിൽ പോലും ആ കിണറ്റിനടുത്തേക്ക് പോകാൻ ആളുകൾക്കൊരു ഭയമാണ്. എൻ്റെ മുത്തശ്ശി ആ കിണറിനെ പറ്റി പല കഥകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോസഫ് കൂട്ടാ, നീ ആ തോട്ടത്തിൽ കൂടി രാത്രി വരുമ്പോഴും വെളുപ്പിനെ റബ്ബർ വെട്ടാൻ പോകുമ്പോഴും ആ പൊട്ടക്കിണറ്റിൻ്റെ ഭാഗത്തേക്ക് അധികം നോക്കാൻ നിൽക്കരുത്. അവിടെ ഒരുപാട് ദോഷങ്ങളുള്ള സ്ഥലമാണ്. മുത്തശ്ശി ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകും. മുത്തശ്ശി പറഞ്ഞ കഥ ഇതായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആ തോട്ടം റബ്ബർ വെക്കുന്നതിന് മുൻപ് അവിടെ വലിയൊരു കാവായിരുന്നു. ആ കാവിന് സമീപമുള്ള തറവാട്ടിലൊരു സ്ത്രീ ഭർത്താവിൻ്റെ കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം രാത്രിയിൽ ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവരെ അന്വേഷിച്ചു വന്ന ഭർത്താവ് കിണറിൻ്റെ വക്കിൽ അവരുടെ വസ്ത്രം കണ്ട് താഴേക്ക് നോക്കിയപ്പോൾ കാൽ വഴുതി അയാളും ആ കിണറ്റിലേക്ക് വീണ് മരിച്ചു. ആ സ്ത്രീയുടെ അസംതൃപ്തമായ ആത്മാവ് ഇപ്പോഴും ആ കിണറ്റിൻ്റെ പരിസരങ്ങളിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. രാത്രികാലങ്ങളിൽ ചിലപ്പോൾ ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം കേൾക്കാമെന്നും കിണറിൻ്റെ വക്കിലിരുന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടവരുണ്ടെന്നുമൊക്കെ നാട്ടിൽ സംസാരമുണ്ടായിരുന്നു. ഞാനൊരു യുവാവായതുകൊണ്ടും കടുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഇത്തരം പ്രേതകഥകളിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. വിശപ്പും ദാരിദ്ര്യവുമുള്ളവന് എന്ത് പ്രേതം? എൻ്റെ ലക്ഷ്യം ആ ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഞാൻ ആ വഴിയിലൂടെ യാതൊരു ഭയവുമില്ലാതെയാണ് നടന്നിരുന്നത്. എന്നാൽ 1982 നവംബർ മാസത്തിലെ ആ 2 ദിവസങ്ങൾ എൻ്റെ ധാരണകളെയും അഹങ്കാരത്തെയും അത് പിച്ച് ചീന്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ഞാൻ അറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്നത് ഒരു വ്യാഴാഴ്ച രാത്രിയിലാണ്. അന്ന് രാമൻ നായരുടെ പലചരക്ക് കടയിൽ സാധനങ്ങൾ പുതിയതായി വന്ന ദിവസമായിരുന്നു. കണക്കെടുപ്പും സാധനങ്ങൾ അടുക്കി വെക്കലുമൊക്കെ കഴിഞ്ഞ് കടയടച്ചപ്പോൾ രാത്രി 9:30 കഴിഞ്ഞു. നവംബർ മാസമായതുകൊണ്ട് നല്ല തണുപ്പുള്ള സമയമാണ്. എങ്ങും നേരിയ കോടമഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. കയ്യിലൊരു പഴയ ടോർച്ചും എടുത്ത് ഞാൻ വീട്ടിലേക്ക് നടന്നു. റോഡിൽ ഒരൊറ്റ മനുഷ്യനില്ല.
പഞ്ചായത്ത് റോഡിൽ നിന്ന് ഞാൻ റബ്ബർ തോട്ടത്തിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞു. തോട്ടത്തിലേക്ക് കാലുകുത്തിയപ്പോൾ തന്നെ ചുറ്റുപാടുകൾക്ക് വല്ലാത്തൊരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. പതിവില്ലാത്തൊരു നിശബ്ദത. ചീവീടുകൾ പോലും അന്ന് കരയുന്നില്ലായിരുന്നു. ഉണങ്ങിയ റബ്ബറിലകൾക്ക് മുകളിലൂടെ ഞാൻ നടക്കുന്ന ശബ്ദം മാത്രം ആ വലിയ കാട്ടിൽ പ്രതിധ്വനിച്ചു. എൻ്റെ ടോർച്ചിലെ വെളിച്ചം വളരെ മങ്ങിയതായിരുന്നു. ബാറ്ററിയുടെ ചാർജ് തീരാറായതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം വെളിച്ചം തെളിയിച്ചാണ് ഞാൻ നടക്കുന്നത്. തണുപ്പ് ക്രമാതീതമായി കൂടുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. നടന്ന് ഞാൻ ആ തോട്ടത്തിൻ്റെ നടുവിലുള്ള പൊട്ടക്കിണറിൻ്റെ ഏകദേശം 50 മീറ്റർ അകലെ എത്തി. കിണറിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ എപ്പോഴും എനിക്കൊരു പ്രത്യേക തോന്നൽ ഉണ്ടാകാറുണ്ട്. ആരോ എന്നെ നോക്കി നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. പക്ഷേ അന്നത് വെറുമൊരു തോന്നലായിരുന്നില്ല. പെട്ടെന്ന് കാറ്റിൻ്റെ ഗതി മാറി. അതുവരെ വീശിയടിച്ചിരുന്ന തണുത്ത കാറ്റ് പെട്ടെന്ന് നിലച്ചു. അന്തരീക്ഷം വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നതായി മാറി. പെട്ടെന്ന് എൻ്റെ മൂക്കിലേക്ക് വളരെ രൂക്ഷമായ ഒരു ഗന്ധമടിച്ചു കയറി. ചീഞ്ഞൊഴുകിയ മാംസത്തിൻ്റെയും കരിഞ്ഞ റബ്ബർ പാല് കത്തിയതിൻ്റെയും കൂടെ വല്ലാതെ മനം മറിക്കുന്ന ഏതോ ഒരു പഴയ അത്തറിൻ്റെയോ പൂക്കളുടെ ഗന്ധം അതിൽ കലർന്നിരുന്നു. എനിക്ക് ഓക്കാനം വന്നു. ഞാൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. കിണർ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗം പെട്ടെന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്നെൻ്റെ വലതുവശത്ത് ഇരുട്ടിൽ നിന്ന്, അതായത് പൊട്ടക്കിണറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉണങ്ങിയ കരിയിലകൾക്കിടയിലൂടെ ആരോ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയുള്ള ശബ്ദം. ആദ്യം ഞാൻ കരുതിയത് വല്ല പാമ്പോ കുറുക്കനോ ആയിരിക്കുമെന്നാണ്. ഞാൻ ടോർച്ച് ആ ഭാഗത്തേക്ക് തെളിച്ചു. മങ്ങിയ മഞ്ഞ വെളിച്ചം ആ ഇരുട്ടിലേക്ക് പാഞ്ഞു ചെന്നു. വെളിച്ചം ചെന്ന് വീണത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ കിണറിൻ്റെ മതിൽക്കെട്ടിലേക്കാണ്. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. കിണറിൻ്റെ വക്കിൽ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായി എന്തോന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു മനുഷ്യനാണോ മൃഗമാണോ എന്ന് ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതൊരു മനുഷ്യരൂപമായിരുന്നു. വെളുത്തതോ അതോ മങ്ങിയ നിറത്തിലുള്ളതോ ആയ എന്തോ വലിയൊരു തുണി പുതച്ചു നിൽക്കുന്ന ഒരു രൂപം. അതിൻ്റെ കാലുകൾ നിലത്തുറച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പതിയെ കാറ്റിൽ ആടിയുലയുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ കാലുകൾ തളർന്നു. ഓടണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിലെ പേശികൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ശബ്ദമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ തൊണ്ട വരണ്ടുണങ്ങിപ്പോയിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. എൻ്റെ മനസ്സിൻ്റെ തോന്നലാകണേ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ അല്ല, ആ രൂപം അവിടെ തന്നെയുണ്ട്. അത് പതിയെ എൻ്റെ നേർക്ക് തിരിയുന്നത് പോലെ എനിക്ക് തോന്നി. ഇരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമല്ലായിരുന്നു. എങ്കിലും അവിടെ നിന്ന് വല്ലാത്തൊരു ഭീകരത എന്നിലേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ രൂപത്തിൽ നിന്ന് വളരെ നേർത്ത എന്നാൽ അസ്ഥി തുളച്ചു കയറുന്ന ഒരു ഞരക്കം കേട്ടു. ഒരു മൃഗം വേദന കൊണ്ട് പൊളയുമ്പോൾ ഉണ്ടാകുന്നത് പോലൊരു ശബ്ദവും ഒരു സ്ത്രീയുടെ തേങ്ങലുമെല്ലാം കലർന്ന ഒരു ഭയാനകമായ ശബ്ദം. ആ നിമിഷം എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ടോർച്ച് അവിടെ ഉപേക്ഷിച്ച് കയ്യിലിരുന്ന സഞ്ചി വലിച്ചെറിഞ്ഞ് ഞാൻ ജീവനും കൊണ്ടോടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും എൻ്റെ മനസ്സ് ധൈര്യം തന്നില്ല. കരിയിലകളിലൂടെയും മുള്ളുകളിലൂടെയും മരത്തടികളിൽ തട്ടി വീണും എഴുന്നേറ്റും ഞാൻ അന്ധമായി ഓടി. എൻ്റെ പുറകെ ആ രൂപം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ തണുപ്പും ആ ഗന്ധവും എന്നെ പിന്തുടരുന്നതായി എനിക്ക് തോന്നി. വിയർത്തു കുളിച്ച് കിതച്ചുകൊണ്ട് ഞാൻ വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ എൻ്റെ ബോധം പോകാറായിരുന്നു. വാതിലിൽ തട്ടുന്നതിന് മുൻപ് തന്നെ ഞാൻ മുറ്റത്ത് ബോധം കെട്ട് വീണു. പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിറ്റേന്നുച്ചയ്ക്ക് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ വീടിനകത്ത് കിടക്കയിലാണ്. ചുറ്റും അമ്മയും മുത്തശ്ശിയും അയൽക്കാരും നിൽപ്പുണ്ട്. എന്നെ കണ്ടവർ പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ കിടന്നിരുന്നത് എന്നാണ്. എൻ്റെ ശരീരമാകെ പോറലുകളേറ്റിരുന്നു. കടുത്ത പനിയും നിറയിലും. തുടർച്ചയായി 2 ദിവസം ഞാൻ കിടപ്പിലായിരുന്നു. മുത്തശ്ശി എന്നെക്കൊണ്ട് പല പ്രാർത്ഥനകളും ചൊല്ലിച്ചു. ഞാൻ കണ്ട കാര്യം ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മാത്രമല്ല എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുകയും ചെയ്യും. എൻ്റെ തോന്നലായിരിക്കാം. ഇരുട്ടിൽ എന്തെങ്കിലും മരത്തിൻ്റെ കുറ്റി കണ്ടിട്ട് ഞാൻ ഭയന്നതാകാമെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ആ ഗന്ധവും ആ ശബ്ദവും എൻ്റെ ഓർമ്മകളിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. പനി കുറഞ്ഞെങ്കിലും ഉള്ളിലെ ഭയം എന്നെ വിട്ടുപോയിരുന്നില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അതൊന്നും വകവയ്ക്കാൻ എന്നെ അനുവദിക്കുന്നതായിരുന്നില്ല. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയില്ല. അതുകൊണ്ട് പനി മാറിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ആ തോട്ടത്തിലേക്ക് പോകാൻ നിർബന്ധിതനായി. എന്നാൽ അന്നെനിക്ക് നേരിടേണ്ടി വന്നത് ഇതിലും വലിയൊരു ഭീകരതയായിരുന്നു. പനി മാറിയതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച പുലർച്ചെ കൃത്യം 4 മണിക്ക് തന്നെ ഞാൻ ഉണർന്നു.
ശരീരത്തിൽ നല്ല ക്ഷീണം ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ എന്നെ വിശ്രമിക്കാൻ അനുവദിച്ചില്ല. റബ്ബർ വെട്ടാൻ പോയില്ലെങ്കിൽ അന്നത്തെ അന്നം മുടങ്ങും. ഞാൻ പഴയ വേഷങ്ങൾ ധരിച്ചു. തലയിൽ ഹെഡ്ലാമ്പ് വെച്ച് കെട്ടി അരയിൽ വെട്ടുകത്തിയും തിരികെ തോട്ടത്തിലേക്ക് ഇറങ്ങി. മുൻപ് കണ്ട ആ ഭയാനകമായ രൂപം എൻ്റെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെറും തോന്നലാണ് ജോസഫേ, വെറും തോന്നൽ. ഞാൻ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ഈ വിശപ്പും പട്ടിണിയും പനിയും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മതിഭ്രമം, അതുമാത്രമാണ് 2 ദിവസം മുൻപ് രാത്രി ഞാൻ കണ്ടതെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊരു കൊടുംഭയം തണുത്തുറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. തോട്ടത്തിലെത്തിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല കോടമഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10 അടി മുൻപിലുള്ളത് പോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്ര കട്ടിയുള്ള മഞ്ഞ്. റബ്ബർ മരങ്ങളിൽ നിന്ന് ഇറ്റി വീഴുന്ന മഞ്ഞുതുള്ളികളുടെ ശബ്ദവും ദൂരെ എവിടെയോ കുറുക്കൻ ഓരിയിടുന്നതും മാത്രമാണ് കേൾക്കാനുള്ളത്. ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചു. ഓരോ മരമായി വെട്ടി ചിരട്ടകളിൽ പാൽ വീഴാനുള്ള വഴിയൊരുക്കി ഞാൻ പതിയെ മുൻപോട്ട് നീങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ജോലിയിൽ മുഴുകിയതിനാൽ എൻ്റെ മനസ്സിലെ പേടിയൊക്കെ പതുക്കെ കുറഞ്ഞു വന്നു. പക്ഷേ എൻ്റെ ദിശ ആ പൊട്ടക്കിണറിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ആ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന പഴയ മരങ്ങൾ നിൽക്കുന്നത് ആ കിണറിൻ്റെ ചുറ്റുപാടുകളിലാണ്. അങ്ങോട്ടേക്ക് അടുക്കും തോറും എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ ആ ഇരുട്ടിലേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഒന്നുമില്ല. അവിടെ വെറും മരങ്ങൾ മാത്രം. എൻ്റെ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. കിണറ്റിന് ഏതാണ്ട് 20 മീറ്റർ അകലെയുള്ള ഒരു വലിയ റബ്ബർ മരത്തിൽ വെട്ടിക്കൊണ്ടിരിക്കെയാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് എൻ്റെ തലയിലുണ്ടായിരുന്ന ഹെഡ്ലാമ്പ് അണഞ്ഞു. ഒരു മുന്നറിയിപ്പുമില്ലാതെ, മിന്നിപ്പൊലിയുക പോലും ചെയ്യാതെ അത് പൂർണ്ണമായും ഓഫായി. ചുറ്റും കൂരുകെട്ട് മാത്രം പരന്നു. കോടമഞ്ഞായതുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു തരി വെളിച്ചം പോലും താഴേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ടോർച്ചിൻ്റെ സ്വിച്ചിൽ ആഞ്ഞമർത്തി. ബാറ്ററി തിരിച്ചു വെച്ച് നോക്കി. ഒരു കാര്യവുമില്ല, അത് കേടായിരിക്കുന്നു. ആ കൂരുരുട്ടിൽ, ആ ഭയാനകമായ തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോഴാണ് ആ മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്. 2 ദിവസം മുൻപ് രാത്രി അനുഭവപ്പെട്ട അതേ അന്തരീക്ഷം. തണുപ്പ് പെട്ടെന്ന് അസഹനീയമായി മാറി. എൻ്റെ ശരീരത്തിലെ രക്തം പോലും തണുത്തുറയുന്നത് പോലെ തോന്നി. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരുതരം ശവപ്പറമ്പിലെ നിശബ്ദതയുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ മാറി. എൻ്റെ ശ്വാസകോശത്തിലേക്ക് ആ പഴയ ഗന്ധം ഇരച്ചു കയറി. അഴുകിയ മാംസത്തിൻ്റെയും നനഞ്ഞ കരിയിലകളുടെയും ഏതോ രൂക്ഷമായ പൂക്കളുടെയും ഗന്ധം എൻ്റെ വയറ്റിൽ നിന്ന് ഓക്കാനം തൊണ്ടയിലേക്ക് തികട്ടി വന്നു. അനങ്ങാൻ കഴിയാതെ ഞാൻ ആ മരത്തോട് ചേർന്ന് നിന്നു. അപ്പോഴാണ് കിണറ്റിൻ്റെ വശത്തു നിന്ന് ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടത്. ഇത്തവണ അത് ഉണങ്ങിയ ഇലകൾ ഞെരിയുന്ന ശബ്ദമായിരുന്നില്ല. വെള്ളത്തിലെന്തോ വലിയൊരു സാധനം വീഴുന്നത് പോലെയുള്ള ശബ്ദം. ആ പൊട്ടക്കിണറ്റിൻ്റെ വലിയ താഴ്ചയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് എന്തോ ഒന്ന് കയറി വരുന്നത് പോലെയുള്ള ശബ്ദം. ഞാൻ വ്യക്തമായി അത് കേട്ടു. പാറക്കെട്ടുകളിൽ നഖം കൊണ്ടുരസുന്നത് പോലെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒച്ച. എൻ്റെ കണ്ണുകൾ ഇരുട്ടിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. മഞ്ഞിൻ്റെ നേർത്ത വെളുത്ത പശ്ചാത്തലത്തിൽ പൊട്ടക്കിണറിൻ്റെ ഇടിഞ്ഞ വക്കിലേക്ക് ഞാൻ നോക്കി. എൻ്റെ സർവ്വനാഡികളും തളർന്നു പോകുന്ന കാഴ്ചയായിരുന്നു അത്. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരു രൂപം പതുക്കെ മുകളിലേക്ക് കയറി വരുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നു. പക്ഷേ ഒരു സാധാരണ മനുഷ്യനല്ല. നനഞ്ഞൊട്ടിയ മുഷിഞ്ഞ ഒരു വസ്ത്രമാണ് അത് ധരിച്ചിരുന്നത്. മുടി നീളത്തിൽ മുഖത്തേക്ക് അഴിച്ചിട്ടിരുന്നു. അതിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറ്റി വീഴുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അത് കിണറ്റിൻ്റെ വക്കിൽ വന്ന് നിന്നു. എൻ്റെ ഹൃദയം വാരിയലുകൾ ഭേദിച്ച് പുറത്തു ചാടുമെന്ന് ഞാൻ ഭയന്നു. എനിക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. കയ്യിലിരുന്ന റബ്ബർ വെട്ടുന്ന കത്തി അറിയാതെ താഴെ വീണു. ആ ശബ്ദം കേട്ടാവണം ആ രൂപം പെട്ടെന്ന് എൻ്റെ നേർക്ക് തിരിഞ്ഞു. അന്ന് ആ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ആ മുഖം. അതിൻ്റെ മുഖത്ത് കൃത്യമായ അവയവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വല്ലാത്ത വികൃതമായ വിളറിയൊരു മുഖം. അതിൻ്റെ കണ്ണുകളിരിക്കേണ്ട ഭാഗത്ത് 2 വലിയ കറുത്ത കുഴികൾ മാത്രമായിരുന്നു. ആ കുഴികൾക്കുള്ളിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ഒരു തണുപ്പ് എന്നെ നോക്കുന്നത് പോലെ തോന്നി. അതിൻ്റെ വായ വല്ലാതെ വലുതായിരുന്നു, താടിയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെ. അത് എന്നെ നോക്കി പതുക്കെ കൈകൾ ഉയർത്തി. വിരലുകൾ അസാമാന്യ നീളമുള്ളവയും നഖങ്ങൾ കറുത്ത് വളഞ്ഞതുമായിരുന്നു. പെട്ടെന്ന് ആ രൂപം നിലത്തുനിന്ന് അല്പം ഉയർന്നു. കാൽ നിലത്ത് മുട്ടാതെ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ അതെൻ്റെ നേർക്ക് വരാൻ തുടങ്ങി. മുൻപ് കേട്ട അതേ ഹൃദയഭേദകമായ കരച്ചിൽ അതിൻ്റെ തുറന്ന വായിൽ നിന്നും പുറത്തു വന്നു.
മരണത്തിൻ്റെ മരവിപ്പ് എൻ്റെ ദേഹമാസകലം പടർന്നു. ഓടുക! എൻ്റെ ഉള്ളിലെ ജീവിക്കാനുള്ള ആഗ്രഹം എന്നോടലറി. എൻ്റെ ബോധം പൂർണ്ണമായും നശിക്കുന്നതിന് 1 സെക്കൻഡ് മുൻപ് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. തോട്ടത്തിലൂടെ, മുള്ളുകൾക്കിടയിലൂടെ, റബ്ബർ മരങ്ങളിൽ ഇടിച്ചു തെറിച്ച് ഞാൻ അന്ധമായി ഓടി. എൻ്റെ പുറകിൽ വളരെ അടുത്തു തന്നെ ആ തണുത്ത കാറ്റും ആ ഗന്ധവും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. വായുവിൽ ചിലങ്കകൾ കിലുങ്ങുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി. ഞാൻ പുറകോട്ട് നോക്കിയതേയില്ല. എൻ്റെ പാദങ്ങളിൽ മുള്ളുകൾ തറച്ചു കയറുന്നതോ മരച്ചില്ലകളിൽ തട്ടി മുഖം മുറിയുന്നതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ള വേലി ഞാൻ എങ്ങനെയാണ് ചാടിക്കടന്നതെന്ന് എനിക്കറിയില്ല. വേലിക്കമ്പിയിൽ തട്ടി എൻ്റെ കുപ്പായം കീറി. കാലിൽ വലിയൊരു മുറിവുണ്ടായി. അവിടെ നിന്ന് നേരെ പഞ്ചായത്ത് റോഡിലേക്ക് ഞാൻ വീണു. വീണയുടനെ ഞാൻ എഴുന്നേറ്റ് വീണ്ടും വീട്ടിലേക്ക് ഓടി. റോഡിലെത്തിയപ്പോൾ പുറകിലെ ആ ശബ്ദങ്ങളും തണുപ്പും പതുക്കെ കുറയുന്നതായി എനിക്ക് തോന്നി. എങ്കിലും ഞാൻ നിർത്താതെ ഓടി. വീടിൻ്റെ വരാന്തയിൽ ചെന്ന് കയറി വാതിലിൽ ആഞ്ഞടിച്ചു. അമ്മ വാതിൽ തുറന്നതും ഞാൻ അകത്തേക്ക് വീണു. ഞാനത് ബോധം കെട്ട് വീണത് പിന്നെ ഉണരുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. കടുത്ത മസ്തിഷ്ക ജ്വരം പിടിപെട്ട് ഞാൻ മരണത്തിൻ്റെ വക്കിലായിരുന്നു. എൻ്റെ അലർച്ചയും പിച്ചും പേയും പറച്ചിലും കേട്ട് നാട്ടുകാർ ഒരു വൈദ്യനെയും പിന്നീട് അമ്പലത്തിലെ ഒരു തിരുമേനിയെയും കൊണ്ടുവന്നു. അവർ എൻ്റെ ശരീരത്തിൽ നിന്നും പലവിധ ദോഷങ്ങളും മാറ്റിയെന്നാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞത്. ഞാൻ എന്താണ് കണ്ടതെന്ന് ബോധം വന്നതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ അവസ്ഥ കണ്ടതുകൊണ്ട് ആരും എന്നെ അവിശ്വസിച്ചില്ല. ആ ദിവസത്തിന് ശേഷം ഞാനൊരിക്കലും ആ റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്തേക്ക് പോയിട്ടില്ല. ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു. പകരം പകൽ സമയത്ത് കിട്ടുന്ന മറ്റു പണികൾക്ക് പോയി തുടങ്ങി. ആ സംഭവത്തിന് ശേഷം നാട്ടിൽ പലർക്കും അവിടെ നിന്ന് സമാനമായ പല അനുഭവങ്ങളും ഉണ്ടായതായി കേട്ടു. ഒടുവിൽ മുതലാളി ആ തോട്ടം വെട്ടിത്തെളിച്ച് പ്ലോട്ടുകളായി തിരിച്ചു വിറ്റു. ആ പൊട്ടക്കിണർ അവർ മണ്ണിട്ട് മൂടി. ഇന്ന് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി. ഞാൻ നല്ലൊരു നിലയിലെത്തി. പക്ഷേ ഇന്ന് നവംബർ മാസത്തിൽ തണുപ്പുള്ള രാത്രികളിൽ പുറത്ത് കോടമഞ്ഞ് വീഴുമ്പോൾ എൻ്റെ ഓർമ്മകൾ ആ 1980കളിലെ റബ്ബർ തോട്ടത്തിലേക്ക് പോകും. എൻ്റെ മൂക്കിൽ ആ ചീഞ്ഞ ഗന്ധം വന്ന് നിറയും. എൻ്റെ ചെവികളിൽ ആ ചിലങ്കനാദവും ആ ദീനരോധനവും മുഴങ്ങും. ഇന്നും ആ ഇരുണ്ട കണ്ണില്ലാത്ത മുഖം സ്വപ്നങ്ങളിൽ വന്ന് എന്നെ ഭയപ്പെടുത്താറുണ്ട്. ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. അവ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല. മരണം വരെ ഒരു നിഴൽ പോലെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ പേര് മനോജ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നിയേക്കാം. സത്യം പറഞ്ഞാൽ എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ 2016 എനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ആ ദിവസങ്ങൾ എൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മായില്ല. ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ നിഗൂഢതകൾ മരിച്ചുപോയവർക്കുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ആ സംഭവമാണ്. 2016 ഒരു മഴക്കാലം. നാട്ടിലാകെ പനിയും ഡെങ്കിയുമൊക്കെ പടർന്നു പിടിക്കുന്ന സമയം. എൻ്റെ അമ്മയ്ക്കും കടുത്ത പനി വന്നു. നാട്ടിലെ ചെറിയ ആശുപത്രികളിൽ കാണിച്ചിട്ടും പനി കുറഞ്ഞില്ല. മാത്രമല്ല അമ്മ വല്ലാതെ ക്ഷീണിച്ചു പോവുകയും ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഞങ്ങൾ അമ്മയെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. എങ്ങോട്ട് തിരിഞ്ഞാലും മനുഷ്യർ മാത്രം. ഒഴിഞ്ഞൊരു കസാരയോ നിൽക്കാൻ പാകത്തിന് ഒരിത്തിരി സ്ഥലമോ അവിടെയില്ല. പനി കാരണം ഒരുപാട് പേർ അഡ്മിറ്റായിട്ടുള്ളത് കൊണ്ട് വാർഡുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അമ്മയെ അഡ്മിറ്റ് ചെയ്തു. ലേഡീസ് വാർഡിലേക്കാണ് മാറ്റിയത്. ഗവൺമെൻറ് ആശുപത്രികളിലെ നിയമം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ത്രീകളുടെ വാർഡിൽ കൂട്ടിരിപ്പുകാരായി സ്ത്രീകൾക്ക് മാത്രമേ നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ അനിയത്തി അമ്മയുടെ കൂടെ വാർഡിനകത്ത് നിന്നു. എനിക്ക് പുറത്ത് വരാന്തയിൽ എവിടെയെങ്കിലും കിടക്കേണ്ട അവസ്ഥയായി. സത്യത്തിൽ അവിടുത്തെ വരാന്തയുടെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. ചോരയുടെയും മരുന്നിൻ്റെയും വിയർപ്പിൻ്റെയും ഒക്കെ വല്ലാത്തൊരു മണം അവിടെയാകെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. തറയിൽ പായ വിരിച്ചും പത്രക്കടലാസ് വിരിച്ചും 100 കണക്കിന് ആളുകളാണ് കിടക്കുന്നത്. ഒരാളുടെ കാല് മറ്റൊരാളുടെ ദേഹത്ത് മുട്ടും വിധമുള്ള തിക്കും തിരക്കും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും വല്ലാത്തൊരു ബഹളം. ചിലരുടെ കരച്ചിൽ, നഴ്സുമാരുടെ വിളികൾ, സ്ട്രെച്ചറുകൾ ഉരുണ്ടുപോകുന്ന ശബ്ദം. ഒരു യുദ്ധക്കളം പോലെ തോന്നി ആ ആശുപത്രി വരാന്ത എനിക്ക്. ഈ തിരക്കും ബഹളവും കൂടാതെ എൻ്റെ ഉള്ളിലും വലിയൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ 3 വർഷത്തെ പ്രണയം തകർന്നു പോയ സമയം കൂടിയായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പും അവളുടെ ചില തീരുമാനങ്ങളും കാരണം ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. 3 വർഷം എൻ്റെ ജീവനായി കൊണ്ടു നടന്നവൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായപ്പോൾ
എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. അമ്മയുടെ അസുഖവും ഈ ആശുപത്രിയിലെ നരകയാതനയും എൻ്റെ ഉള്ളിലെ സങ്കടവും എല്ലാം കൂടി എന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു. ആരോടും സംസാരിക്കാൻ തോന്നിയിരുന്നില്ല. ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരു മരവിച്ച അവസ്ഥ. ആദ്യത്തെ ദിവസം രാത്രി ഞാൻ അമ്മ കിടക്കുന്ന വാർഡിന് പുറത്തുള്ള വരാന്തയിൽ തന്നെയാണ് കിടക്കാൻ നോക്കിയത്. പക്ഷേ അവിടെ കിടക്കാൻ ഒരു തുള്ളി ഉറക്കം എൻ്റെ കണ്ണിൽ വന്നില്ല. എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇടയ്ക്ക് ഓരോരോ അത്യാഹിതങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങൾ, കൊതുക് കടിയും ചൂടും. ഞാൻ ആ രാത്രി മുഴുവൻ ആ വരാന്തയിൽ നിന്ന് നേരം വെളുപ്പിച്ചു. എൻ്റെ പഴയ കാമുകിയുടെ ഓർമ്മകളും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഫോണിലെ അവളുടെ പഴയ മെസ്സേജുകൾ വായിച്ചും അവളെ ഓർത്ത് സങ്കടപ്പെട്ടും എങ്ങനെയൊക്കെയോ ആ രാത്രി തള്ളി നീക്കി. പിറ്റേന്ന് പകൽ അനിയത്തിക്ക് കഴിക്കാൻ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് ഞാൻ വെറുതെ ആ വലിയ ആശുപത്രി കെട്ടിടത്തിലൂടെ ഒന്ന് നടക്കാനിറങ്ങി. നടന്ന് ഞാൻ അമ്മ കിടക്കുന്ന വാർഡിൻ്റെ തൊട്ടുമുകളിലുള്ള നിലയിലേക്കെത്തി. താഴ്ത്ത നിലകളിലെ ബഹളവും തിരക്കും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ICU മാത്രമേ ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ എന്തോ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നി. അവിടെ ഒരു പ്രത്യേകതരം ശാന്തതയുണ്ടായിരുന്നു. ആ ICUവിൽ നിന്ന് കുറച്ചു മാറി നീളമുള്ള ഒരു വരാന്തയുടെ അറ്റത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടു. പഴയ ഡിസൈനിൽ പണിത കെട്ടിടമായതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഇടനാഴി പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ ഭിത്തിയോട് ചേർന്ന് 2 പഴയ മരബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. മുകളിൽ അത്യാവശ്യം കാറ്റ് കെട്ടുന്ന ഒരു സീലിംഗ് ഫാനും ഫോൺ ചാർജ് ചെയ്യാൻ പാകത്തിനൊരു പ്ലഗ് സോക്കറ്റും ഉണ്ടായിരുന്നു. താഴെ തറയിൽ കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്നെനിക്ക് തോന്നി. ഇന്ന് രാത്രി എന്തായാലും ഇവിടെ വന്ന് കിടക്കാമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. പുറത്ത് നല്ല വെയിലുള്ള പകൽ സമയമായിട്ട് കൂടി ആ ഇടനാഴിയിൽ വല്ലാത്തൊരു ഇരുട്ട് തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവിടെ വെളിച്ചം വരാനുള്ള ജനലുകൾ കുറവായിരുന്നു. കാറ്റ് വീശുമ്പോഴൊക്കെ ഒരു പ്രത്യേകതരം മൂളൽ ശബ്ദം ആ വരാന്തയിലൂടെ കേൾക്കുമായിരുന്നു. പെട്ടെന്ന് ആരും അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ടാകാം വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു അവിടെ. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും താഴത്തെ ആ നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം ഈ ഏകാന്തതയാണല്ലോ എന്ന് ഞാൻ കരുതി. എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ അന്ന് രാത്രിയായി. അമ്മയ്ക്കും അനിയത്തിക്കുമുള്ള ഡിന്നറൊക്കെ വാങ്ങിക്കൊടുത്ത് ഏകദേശം 10-11 മണിയായപ്പോൾ ഞാൻ എൻ്റെ ബാഗും ഒരു ബെഡ്ഷീറ്റും എടുത്ത് മുകളിലത്തെ നിലയിലേക്ക് പോയി. ഞാൻ പകൽ കണ്ടുവച്ച ആ ബെഞ്ചിൽ പോയി കിടന്നു. രാത്രിയായപ്പോൾ ആ സ്ഥലത്തിൻ്റെ സ്വഭാവം ആകെ മാറിയതുപോലെ എനിക്ക് തോന്നി. പകൽ കണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ഭയാനകമായിരുന്നു അവിടുത്തെ രാത്രി. താഴ്ത്ത നിലകളിൽ നിന്നുള്ള വെളിച്ചമൊന്നും അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ICUവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ മങ്ങിയ വെളിച്ചം മാത്രമാണ് ആ നീളൻ വരാന്തയിൽ ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു തണുപ്പും ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. ആശുപത്രിയുടെ ഒരു പ്രത്യേക മണവും ഈ തണുപ്പും നിശബ്ദതയും ഒക്കെ ചേർന്ന് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഞാൻ ശ്രദ്ധ തിരിക്കാനായി ഫോൺ എടുത്ത് നോക്കി. പാട്ട് കേൾക്കാം അല്ലെങ്കിൽ വല്ല വീഡിയോയും കാണാമെന്ന് കരുതിയപ്പോൾ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് തീരെ സ്പീഡ് കിട്ടുന്നില്ല. 2016 ആയതുകൊണ്ട് ഇന്നത്തെ പോലെ 4G ഒന്നും അത്ര സജീവമായിട്ടില്ല. പേജ് ലോഡാവാതെ കറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പഴയ പ്രണയനൈരാശ്യവും അമ്മയുടെ അസുഖം തന്ന പേടിയും ഇപ്പോൾ ഈ നെറ്റിൻ്റെ പ്രശ്നവും ഒക്കെ കൂടി ഞാനാകെ ഫ്രസ്ട്രേറ്റഡായി ഇരിക്കുകയാണ്. അങ്ങനെ ഫോൺ നോക്കി മനസ്സിലായാലും ചിന്തകളുമായി ഇരിക്കുമ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഞാൻ കിടക്കുന്ന ബെഞ്ചിന് നേരെ എതിർവശത്തുള്ള ബെഞ്ചിൽ ഒരാളിരിക്കുന്നു. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം കുറച്ചു നേരം മുൻപ് വരെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആരും നടന്നു വരുന്ന ശബ്ദവും ഞാൻ കേട്ടില്ല. ICUവിൽ നിന്ന് ആരെങ്കിലും വന്നതാകുമോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. അതൊരു പെൺകുട്ടിയായിരുന്നു. ഏകദേശം എൻ്റെ പ്രായമൊക്കെ തന്നെ തോന്നും. ഒരു സാധാരണ ചുരിദാറായിരുന്നു വേഷം. മുഖം വല്ലാതെ വിളറിയിരുന്നു. മുടിയൊക്കെ കുറച്ച് പാറിപ്പറന്നാണ് കിടന്നിരുന്നത്. ആശുപത്രിയിലുള്ള ഏതോ രോഗിയാണെന്ന് എനിക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. ഒരുപക്ഷെ താഴത്തെ വാർഡിൽ ഉറങ്ങാൻ കഴിയാതെ മുകളിലേക്ക് വന്നതായിരിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടി എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. വളരെ നിഷ്കളങ്കമായ ഒരു ചിരി. പരുക്കനായ എൻ്റെ മനസ്സിലെ എന്തൊക്കെയോ അലിഞ്ഞു പോകുന്ന പോലെ തോന്നി എനിക്ക്. ആ ഭയാനകമായ ഇരുട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന എനിക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഞാനും തിരിച്ചു ചിരിച്ചു. ഉറക്കം വരുന്നില്ലേ? അവൾ വളരെ പതുക്കെ ചോദിച്ചു. അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു, കാറ്റിൻ്റെ മൂളൽ പോലെ. ഇല്ല, താഴെ ഭയങ്കര തിരക്കാ, അവിടെ കിടക്കാൻ പറ്റിയില്ല, അതാ ഇങ്ങോട്ട് പോകുന്നത്. കുട്ടിയും ഉറങ്ങാൻ വന്നതാണോ? ഞാൻ ചോദിച്ചു. അവൾ ഒന്ന് മൂളി.
പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവളേതോ വാർഡിൽ അഡ്മിറ്റാണെന്നും വല്ലാത്ത വേദനയായതുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ പുറത്തിറങ്ങിയതാണെന്നും അവൾ പറഞ്ഞു. എൻ്റെ അമ്മയുടെ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴോ എൻ്റെ സങ്കടങ്ങളും ഞാൻ അവളോട് പങ്കുവച്ചു. എൻ്റെ തകർന്ന പ്രണയത്തെക്കുറിച്ചും എനിക്ക് അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലിനെക്കുറിച്ചുമൊക്കെ ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവൾ പലതും പറഞ്ഞു. അവളെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാമുകയെ ഓർമ്മ വന്നു. അവളുടെ സന്തരൂപവും എന്നിൽ വല്ലാത്തൊരു ശാന്തതയുണ്ടാക്കി. എൻ്റെ ഉള്ളിലെ ഭാരമെല്ലാം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. രാത്രി ഒരുപാട് വൈകിയിരുന്നു. സംസാരിച്ച് എൻ്റെ കണ്ണുകൾ അടയുന്നത് ഞാൻ അറിഞ്ഞു. ആ തണുത്ത കാറ്റിൽ അവളുടെ നേർത്ത ശബ്ദം കേട്ട് ഞാൻ എപ്പോഴോ ഗാഢമായ ഉറക്കത്തിലേക്ക് വീണുപോയി. എത്ര നേരം ഞാൻ അങ്ങനെ ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് വല്ലാത്തൊരു തണുപ്പടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഫാനിൻ്റെ കാറ്റിനേക്കാൾ മൂർച്ചയുള്ള മരവിപ്പിക്കുന്ന ഒരു തണുപ്പ്. ഞാൻ കണ്ണു തുറന്നു നോക്കി. സമയം പുലർച്ചെ 3-4 മണിയായി കാണും. വരാന്തയിലെ ICUവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ മങ്ങിയ വെളിച്ചം ഇപ്പോഴുമുണ്ട്. പക്ഷേ എൻ്റെ എതിർവശത്തെ ബെഞ്ചിൽ ആ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. അവൾ പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഉറക്കമെണീറ്റ ആ നിമിഷം മുതൽ എൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷം ആകെ മാറിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു ഭയം എന്നെ പൊതിഞ്ഞു. നേരത്തെ ഇല്ലാതിരുന്ന എന്തൊക്കെയോ അവിടെ ഉള്ളതുപോലെ. എൻ്റെ തൊലിയാകെ കോരിത്തെരിച്ചു. വരാന്തയുടെ ഇരുണ്ട കോണുകളിൽ എന്തൊക്കെയോ നിഴലുകൾ അനങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണു തിരുമ്മി ഒന്നുകൂടി നോക്കി. വെറുതെ തോന്നുന്നതാകുമെന്ന് മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം എന്നെ കൂടുതൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു സ്ട്രെച്ചർ ഉരുട്ടിക്കൊണ്ടുവരുന്ന പോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് അടുത്തേക്ക് വരുന്തോറും എൻ്റെ നെഞ്ചെടുപ്പ് കൂടി. ഞാൻ ICUവിൻ്റെ വരാന്തയിലേക്ക് നോക്കി. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. എന്നിട്ടും ആ ശബ്ദം എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതായി എനിക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ അടക്കിപ്പിടിച്ച് കരയുന്നത് പോലെ ഒരു ശബ്ദം. പിന്നെ പതിഞ്ഞ കാലുശകൾ. എല്ലാം എനിക്ക് ചുറ്റും നടക്കുന്നത് പോലെ. ഞാൻ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയി. എഴുന്നേറ്റോടണമെന്ന് മനസ്സിലുണ്ടെങ്കിലും എൻ്റെ കാലുകൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. വീർത്തു കുളിച്ചാണ് ഞാൻ ബാക്കി സമയം അവിടെ കഴിച്ചു കൂട്ടിയത്. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഒടുവിൽ പുറത്ത് വെളിച്ചം വീണു തുടങ്ങി. ആശുപത്രി ഉണർന്നു. ആളുകളുടെ സംസാരവും കാക്കകളുടെ കരച്ചിലും കേട്ടപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഞാൻ വേഗം എൻ്റെ ബാഗുമെടുത്ത് താഴേക്ക് അമ്മയുടെ വാർഡിനടുത്തേക്ക് ഓടി. താഴെ എത്തിയപ്പോൾ ഒരു ആശ്വാസം തോന്നി. രാത്രി കണ്ടതൊക്കെ വെറും തോന്നലാണെന്നും എൻ്റെ മനസ്സിൻ്റെ ക്ഷീണം കൊണ്ട് സ്വപ്നം കണ്ടതായിരിക്കുമെന്നും ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. രാവിലെ 8 മണിയോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അമ്മയ്ക്കും അനിയത്തിക്കും കഴിക്കാൻ അപ്പവും കറിയും എനിക്കൊരു ചായയും കുടിക്കാനായി പുറത്തെ ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു ഞാൻ. ആശുപത്രിയുടെ പ്രധാന ഗേറ്റിനടുത്തുകൂടി നടക്കുമ്പോഴാണ് അവിടെ ഒരു ആംബുലൻസ് കിടക്കുന്നത് ഞാൻ കണ്ടത്. ആംബുലൻസിൻ്റെ മുന്നിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആരോ മരിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ആശുപത്രികളിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണല്ലോ എന്ന് കരുതി നടന്നു നീങ്ങാൻ ഒരുങ്ങിയതാണ് ഞാൻ. പക്ഷേ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ആ ആംബുലൻസിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോയിലേക്ക് ഉടക്കി. റീത്ത് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അതിന് താഴെ ആദരാഞ്ജലികളെന്ന് എഴുതിയിരുന്നു. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. എൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നി എനിക്ക്. എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അത് അവളായിരുന്നു. ഇന്നലെ രാത്രി എൻ്റെ മുന്നിലിരുന്ന് ചിരിച്ച, എന്നോട് ഒരുപാട് നേരം സംസാരിച്ച അതേ പെൺകുട്ടി, അതേ മുഖം, അതേ നിഷ്കളങ്കത. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ അടുത്തുള്ള ഒരു മതിലിൽ പിടിച്ചു നിന്നു. അവിടെ നിന്നിരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചെവിയിലേക്ക് ഒരു മുഴക്കം പോലെയാണ് വന്നത്. പാവം കുട്ടി ഇന്നലെ വൈകുന്നേരം കോളേജ് വിട്ടു വരുമ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആയതാ. തലയിൽ നല്ല പരിക്കുണ്ടായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞിരുന്നു. ഡോക്ടർമാർ രാത്രി മുഴുവൻ നോക്കി, രക്ഷിക്കാനായില്ല. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ മരിച്ചു. ആരോ ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്. വെളുപ്പിന് 3 മണി. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന, എനിക്ക് ചുറ്റും വല്ലാത്ത തണുപ്പും ഭയം തോന്നിയ അതേ സമയം. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ കൂടെ സംസാരിച്ചിരുന്നത് എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഭയത്തേക്കാളുപരി വല്ലാത്തൊരു ശൂന്യതയാണ് എനിക്കപ്പോൾ അനുഭവപ്പെട്ടത്. അവൾ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ആ വാർഡിൽ കിടന്ന് വേദനിക്കുമ്പോൾ അവളുടെ ആത്മാവാണോ എൻ്റെ അടുത്തേക്ക് വന്നത്? എന്തിനാണ് അവൾ എന്നെ തേടി വന്നത്? ഒരുപക്ഷെ അവൾക്കും ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടാകും. എൻ്റെ നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ വേദന കണ്ടിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. 1000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ അലയടിച്ചു. ഞാൻ വേഗം അവിടെ നിന്ന് മാറി.
എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് പകൽ മുഴുവൻ ഞാനൊരു സ്വപ്നത്തിലെന്ന പോലെയാണ് നടന്നത്. അമ്മയോടോ അനിയത്തിയോടോ ഞാൻ ഒന്നും പറഞ്ഞില്ല, അവരെ പേടിപ്പിക്കണ്ട എന്ന് കരുതി. പക്ഷേ എൻ്റെ ഉള്ളിലെ ഭയം പതിയെ പതിയെ ഒരു വല്ലാത്ത ആകർഷണമായി മാറുന്നത് ഞാൻ അറിഞ്ഞു. അന്ന് രാത്രി ഞാൻ വേറെ എവിടെയെങ്കിലും കിടക്കാം എന്നാണ് കരുതിയത്. പക്ഷേ സമയം രാത്രിയായപ്പോൾ എന്തോന്ന് എന്നെ വീണ്ടും ആ മുകളിലത്തെ നിലയിലേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. അതൊരു ഭ്രാന്താണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എൻ്റെ കാലുകൾ ഞാൻ പോലും അറിയാതെ അങ്ങോട്ടേക്ക് ചലിച്ചു. ഞാൻ വീണ്ടും ആ ബെഞ്ചിൽ പോയി കിടന്നു. എൻ്റെ ഹൃദയം പടപടാൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി കൂടുതൽ ഇരുണ്ടതായി എനിക്ക് തോന്നി. ICUവിൽ നിന്നുള്ള വെളിച്ചം പോലും ഇന്ന് മങ്ങിയിരുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കിയറച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പാതി മയക്കത്തിൽ എനിക്ക് തോന്നി അവൾ വീണ്ടും എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുവെന്ന്. ഞാൻ കണ്ണു തുറന്നു നോക്കി. അതെ, അവൾ അവിടെയുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടതുപോലെയല്ല. അവളുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു. തലയുടെ ഒരു ഭാഗത്ത് ചോര ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ അരങ്ങുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൾ അവളുടെ കൈ ഉയർത്തി എങ്ങോട്ടോ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിച്ചു, പക്ഷേ എൻ്റെ ശബ്ദവും തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. ഒരുതരം സ്ലീപ്പ് പാരാലിസിസ് അവസ്ഥയിലായിരുന്നു ഞാൻ. വല്ലാത്തൊരു തണുത്ത കാറ്റ് വീശിയടിച്ചു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു, വിയർത്ത് കുളിച്ചു. അടുത്ത 3 ദിവസവും ഇതിങ്ങനെ തന്നെ ആവർത്തിച്ചു. ഞാൻ പകൽ മുഴുവൻ താഴെ നിൽക്കും. രാത്രിയാകുമ്പോൾ എന്തോ ഒരു ശക്തി എന്നെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകും. എല്ലാ രാത്രിയിലും പാതി മയക്കത്തിൽ ഞാൻ അവളെ കാണും. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും. ഞാൻ ഭയന്ന് കുറച്ച് ഉണരും. ഓരോ ദിവസം കഴിയും തോറും അവളുടെ രൂപം കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ അവൾ കരയുന്നത് പോലെ എനിക്ക് തോന്നും. എനിക്കവളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവൾ മരിച്ചുപോയ ഒരു പെൺകുട്ടിയാണല്ലോ. എൻ്റെ മനസ്സിലെ ഭയം മാറി അവളോടൊരു വല്ലാത്ത സഹതാപവും സ്നേഹവും തോന്നി. അവൾക്കെന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു. അത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം എന്നെ വേട്ടയാടി. 3 ദിവസത്തിന് ശേഷം അമ്മയുടെ പനി കുറഞ്ഞു. ഡോക്ടർമാർ ഡിസ്ചാർജ് എഴുതി തന്നു. ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനമായി ഒന്നുകൂടി ആ മുകളിലത്തെ നിലയിലേക്ക് പോയി. ആ ബെഞ്ചിൽ ഞാൻ കുറച്ചു നേരം ഇരുന്നു. അപ്പോൾ അവിടെ ഒരു പേടിയും എനിക്ക് തോന്നിയില്ല, വല്ലാത്തൊരു സങ്കടം മാത്രം. ഞാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അവിടെ നിന്നൊരു തണുത്ത കാറ്റ് എന്നെ തഴുകി കടന്നുപോയി. അതവളുടെ യാത്രാമൊഴിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അമ്മയെ കൂട്ടി വീട്ടിലെത്തിയിട്ടും ഒരുപാട് നാളുകൾ ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ എന്നെ പിന്തുടർന്നു. രാത്രികളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും അവളെൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ടെന്ന്, എന്നോടൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ആ മെഡിക്കൽ കോളേജിലെ ആ ഇരുണ്ട വരാന്തയും ആ പഴയ ബെഞ്ചും എന്നെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ച അവളുടെ മുഖവും എൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. എന്തിനാണ് അവൾ എന്നെ തിരഞ്ഞെടുത്തത്? എന്തായിരുന്നു അവൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്? ആ ചോദ്യങ്ങൾ ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി അവശേഷിക്കുന്നു. ചില മനുഷ്യർ മരിച്ചാലും പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ അനുഭവം കൊണ്ടാണ്. അവർക്ക് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടോ അല്ലെങ്കിൽ എന്നെപ്പോലെ അവിചാരിതമായി കണ്ടുമുട്ടുന്ന അപരിചിതനോടോ പറയാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും.